ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാധാരണ പണ്ടൊക്കെ മൊബൈൽ ഫോണൊന്നും ഇത്ര ആക്റ്റീവായിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് സാധാരണ എല്ലാവരും ഉപയോഗിച്ചിരുന്നത് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു കോയിൻ ബോക്സ് ആയിരുന്നു. ₹1 ഇട്ട് കഴിഞ്ഞാൽ ഒരു മിനിറ്റോളൊക്കെ സംസാരിക്കുന്ന ഒരു കോയിൻ ബോക്സ് ഉണ്ട്. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിൽ മെക്കാനിസം എങ്ങനെയാണെന്നൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. ഈ അടിഭാഗത്ത് കാണുന്ന ഈ ബോക്സിലാണ് നമ്മൾ കോൾ ചെയ്ത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ പൈസ നമ്മൾ ഇതിലേക്ക് ₹1 ഇതിലേക്കാണ് പോകുക. പിന്നെ ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞാൽ പിടിയിൽ എടുക്കുകയും ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ 4 സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ സെറ്റ് മൊത്തം ഇത് മൊത്തം അയച്ചു വെച്ചതാണ്. നമ്മൾ കോൾ കണക്റ്റ് ആയില്ലെങ്കിലും നമ്മൾ ഈ പൈസ തിരിച്ച് ഇതിലാണ് വരും. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഈ ഒരു കോൾ വഴി എടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ മെയിനായിട്ട്. ഇതിലാണ് നമ്മുടെ കോൾ കണക്ട് ചെയ്യുന്ന ഡിസ്പ്ലേ കാണിക്കുന്നത്. നമ്പർ ടച്ച് പാഡ് PCB ആണിത്. ഇതന്നെ നമ്മൾ ₹1 കോയിൻസ്, അതായത് റിസീവർ എടുത്ത് കഴിഞ്ഞിട്ട് വേണം കോയിൻസ് ഇടാൻ. കോയിൻസ് ഇട്ടിട്ട് നമുക്ക് കോള് കണക്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ എമർജൻസി കോൾ മാത്രമേ നമുക്ക് കോയിൻസ് ഇടാതെ കിട്ടുള്ളൂ. അഥവാ നമുക്ക് ഏതെങ്കിലും കാരണവശാൽ കോൾ കണക്ട് ചെയ്ത് കിട്ടിയില്ല, നമ്മൾ റിസീവർ ആ ഒരു വെച്ച് കഴിഞ്ഞാൽ പ്രസ് ആകുന്ന സമയത്ത് നമുക്ക് ചേമ്പറിൻ്റെ പുറത്തേക്കാണ് നമുക്ക് വരിക. അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചേമ്പറിലേക്ക് പോകണമെങ്കിൽ നമ്മൾ കോൾ കണക്റ്റ് ആണ്. ആ ഒരു സ്വിച്ചിങ് വേണ്ടി ഈ ഒരു ബോക്സിനുള്ളിൽ തന്നെ ഒരു സ്വിച്ചായിട്ട് വർക്ക് ചെയ്യുന്നത്, 2 ഭാഗത്തേക്ക് പോകാനുള്ള പൈസ. അതുപോലെ ഇതൊരു മാഗ്നറ്റൈസിൻ്റെ സ്വിച്ചാണ് ഇത് കാണുന്നത്. ആ സ്വിച്ച് എനർജൈസ് കോൾ കണക്റ്റ് ആകുന്ന സമയത്ത് അത് എനർജൈസ് ആവുകയും അത് നമ്മുടെ കോയിൻസിൻ്റെ പാത്തിനെ ഫ്രീ ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നതാണ്. ഇത് എനർജൈസ് ആകുന്ന സമയത്ത് മാത്രമേ നമ്മുടെ കോയിൻസ് നമ്മുടെ ചേമ്പറിലേക്ക് പോകുള്ളൂ, അതായത് നമ്മുടെ ഡെപ്പോസിറ്റ് ചേമ്പറിലേക്ക് പോകുള്ളൂ. ആ സമയത്ത് തന്നെ നമ്മൾ കോയിൻസ് ഇടുന്ന സമയത്ത് കോൾ കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് എനർജൈസ് ആവാതൊക്കെയും നമ്മുടെ കോയിൻസ് നമ്മൾ വെച്ച് കഴിയുന്ന സമയത്ത്, അതായത് നമ്മുടെ റിസീവർ വെച്ച് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു വേറെ പാത്ത് വഴി നമുക്ക് ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തേക്ക് കിട്ടി. ഇപ്പം ചേമ്പറിലേക്ക് കിട്ടണമെങ്കിൽ ഞാനിപ്പം കൈകൊണ്ട് പ്രസ് ചെയ്ത് ആ എനർജൈസ് ആകുന്ന മാഗ്നറ്റിക് എനർജൈസ് ആകുന്ന പകരം ഞാൻ ആ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചേമ്പറിലേക്ക് പോകുന്നത്. അത് നമ്മൾ കണക്ട് ചെയ്ത് കോൾ ചെയ്യുകയാണെങ്കിൽ ആ റിലേ എനർജൈസ് ആവുകയും സ്വിച്ചായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, മാഗ്നറ്റിക് സ്വിച്ചാണ്. ആ സമയത്ത് ഡെപ്പോസിറ്റ് ചേമ്പറിലേക്കാണ് പോവുക. അതേ സമയത്ത് നമ്മൾ ആ കോള് കണക്റ്റ് ആയാൽ മാത്രമേ ആ മാഗ്നറ്റിക് സ്വിച്ച് എനർജൈസ് ആവുള്ളൂ. അതായത് നമുക്ക് കോൾ കണക്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പൈസ നമ്മുടെ ഡെപ്പോസിറ്റ് ചേമ്പറിലേക്ക് പോകും. കോൾ കണക്റ്റ് ആയില്ലെങ്കിൽ ആ മാഗ്നറ്റിക് സ്വിച്ച് എനർജൈസ് ആവില്ല. ആ സമയത്ത് നമുക്ക് കാണാം ഔട്ട് ഓഫ് ചേമ്പറിലേക്ക് പോയി കാണാം. അത് നമ്മൾ കോൾ കണക്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ റിസീവർ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകും. അതുപോലെ തന്നെ അതിനൊക്കെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന ചിപ്പാണ് ഈ IC. അതുപോലെ തന്നെ അതിൽ മൈക്കിൻ്റെ ബോഡി ഉണ്ട്. അതേപോലെ തന്നെ ബാക്കിയെല്ലാം കൺട്രോൾ ചെയ്യുന്ന കുറേ ICകളും ട്രാൻസിസ്റ്ററുകളാണ് ഈ ബോർഡിൽ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറേ ഡീകോഡിലേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ സൗണ്ട് അങ്ങോട്ട് പറയുന്ന സമയത്ത് ഇലക്ട്രിക്കലായിട്ട് പോയി, അതേപോലെ ഇലക്ട്രിക്കൽ വരുന്ന ഇതിനെ നമ്മളെ വോയിസ് ആക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ സാധാരണ ഇവിടെ ഈ ഒരു കോയിൻ ബോക്സിൽ ₹1 ഇടുന്നതിന് പകരം സാധാരണ ഇലക്ട്രിക്കലിലെ മെറ്റൽ ബോക്സിലെ ഒരു പഞ്ച് ഉണ്ടായിരുന്നു. ആ പഞ്ചൊക്കെ ഉപയോഗിച്ച് ആൾക്കാർ കുറേ പണ്ട് ഇട്ടിരുന്നു. അതും ഇതേ വെയിറ്റ് ആയിരുന്നു. അതാണ് വെയിറ്റ് സ്വിച്ചാണ് ഉപയോഗിച്ചത്, സെൻസറുകളൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കുറച്ച് തട്ടിപ്പുകൾ നടന്നിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, സീ യു.